തളിപ്പറമ്പ് പട്ടുവം റോഡിൽ ചിറവക്ക് പുളിമ്പറമ്പ് വഴി ഗതാഗതം നിരോധിച്ചതിനെ തുടർന്നുള്ള ദുരിതം പരിഹരിക്കാൻ നിലവിലുള്ള റോഡിനോട് ചേർന്ന് സൗകര്യം ഉപയോഗപ്പെടുത്തി ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം. അധ്യയന വർഷാരംഭത്തോടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് മുമ്പ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. തളിപ്പറമ്പ് ചിറവക്ക് പുളിമ്പറമ്പ് പട്ടുവം റോഡിൽ ദേശീയപാത ബൈപ്പാസ് കടന്നുപോകുന്ന മഞ്ചക്കുഴി ഭാഗത്ത് മണ്ണിടിച്ചിൽ രൂക്ഷമായതിനെ തുടർന്ന് വാഹനഗതാഗതം പൂർണ്ണമായി നിരോധിച്ച തീരുമാനം പുളിമ്പറമ്പ് കരിപ്പൂൾ ഭാഗത്തെ ആളുകളെയാണ് പ്രതികൂലമായി ബാധിച്ചത്. പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന പറങ്കി ബസാർ പുളിമ്പറമ്പ് റോഡിലെ പാളയാട് പാലം നവീകരണത്തിനായി പൊളിച്ചിട്ടതാണ് ഇരട്ടി ദുരിതമായത്. സ്കൂൾ തുറക്കുന്നതോടെ വലിയ യാത്രാ ദുരിതമാണ് പ്രദേശവാസികൾ നേരിടുക. ബദൽ സംവിധാനത്തിൽ പല ഭാഗങ്ങളിലും റോഡിൽ ചെളി നിറഞ്ഞത് വാഹനങ്ങൾക്കേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. നിലവിൽ ഗതാഗതം നിരോധിച്ച റോഡിനോട് ചേർന്നുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി സുരക്ഷ ഉറപ്പുവരുത്തി നിയന്ത്രിതമായി ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ ആവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിദ്യാലയങ്ങളിപ്പോൾ ഈ ജൂൺ മാസം ആദ്യം തന്നെ തുറക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾക്കടക്കം സ്കൂളിൽ പോകേണ്ട ഒരു സ്ഥിതിയല്ലേ. ജനങ്ങളുടെ സുരക്ഷിതത്വം അത്യാവശ്യമാണ്. എങ്കിലും ചെറിയ വാഹനങ്ങൾ, ബൈക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും കാറും അടക്കം പോകുന്ന ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വലിയ ദുരിതത്തിലാണ്. ഇപ്പോൾ ഇവർ പറയുന്ന ഓപ്ഷൻ മറ്റ് മേഖലകളിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അപകടമില്ല സ്ഥലമാണ്. ഇപ്പോൾ സോമേശ്വരം അമ്പലം റോഡ്, ആ റോഡ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്രദേശക്കാർക്ക് വലിയ വിഷമമുണ്ടാവില്ല. പക്ഷേ ഇതൊന്നും അറിയാതെ പല ഭാഗത്തുനിന്നും വരുന്നവർ അപകടത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് നിയന്ത്രണ വിധേയമായി, പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണ വിധേയമായി പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ ഇവിടെ നിന്നുകൊണ്ട് ഒരു വൺ വേ എന്ന നിലയിൽ ഈ പ്രശ്നം പരിഹരിച്ച ഒരു പരിധിവരെ, അല്ലെങ്കിൽ ഭീകരമായ രീതിയിലുള്ള അന്തരീക്ഷമാണ് പ്രചരണങ്ങളിൽ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷിതത്വം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇതേ സമയത്താണ് പാളയാട് പാലത്തിൻ്റെ പണി തുടങ്ങുന്നത്. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ ഉദ്ദേശിച്ചത് ഇതിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ കൂടെ വിടാനാണ്, പോകാനാണ്. അതുമില്ല. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.